തിരുവനന്തപുരത്ത് വലിയൊരു സഹകരണ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അതൊരു വെറും പ്രദർശനം മാത്രമല്ല. ഈ സഹകരണ എക്സ്പോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലാണല്ലോ സഹകരണ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹകരണ മേഖലയുടെ ഉന്നമനങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാം, അവിടെ ഉണ്ടാകുന്ന ചില മോശം പ്രവണതകളുണ്ടല്ലോ, അതിനെ തടയാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരിടം കൂടിയാണ് ഈ സഹകരണ എക്സ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹകരണ എക്സ്പോയുടെ വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സുലേഖ രാവിലെ ചേരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഊട്ടുപുറയിൽ നിന്നാണ് രാവിലെ ചേരുന്നത്. നോക്കാം സുലേഖ, ഗുഡ് മോർണിംഗ്. രാവിലെ ഈ ഊട്ടുപുരയിലാണോ പോയി നിൽക്കുന്നത്? ഇന്നലെ വൈകുന്നേരം പോയിട്ട് അവിടെ ഇറങ്ങാതിരിക്കുകയായിരുന്നു? മനു, നമ്മൾ ഈ സഹകരണ എക്സ്പോന്റെ ഊട്ടുപുരയിൽ തന്നെയാണുള്ളത്. വൈകിട്ട് വന്നപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും കാര്യമായി കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഈ ഊട്ടുപുരയിൽ തകൃതിയായി ഉച്ചക്കുള്ളതും അതിനൊപ്പം തന്നെ രാവിലെയുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇതും ഒരു സഹകരണ സംഘം തന്നെയാണ് ഇവർക്കുള്ള എക്സ്പോയിൽ എത്തുന്നവർക്കുള്ള ആഹാരം തയ്യാറാക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഈ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ? ഇന്ന് രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, രസവട, മുട്ട അവിച്ചത്, ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഇന്ന് രാവിലത്തെ മെനു. ഉച്ചയ്ക്ക് ഭക്ഷണം അവിയൽ, സാമ്പാർ, പരിപ്പ്, പപ്പടം, പുളിശ്ശേരി, തോരൻ, വടക്കൂട്ടുകറി, വറുത്തരച്ച തീയൽ, 2 കൂട്ടം പായസം. നിങ്ങളൊരു സഹകരണ സംഘത്തിൻ്റെ ഭാഗമല്ലേ? നമ്മൾ സഹകരണ എക്സ്പോയിൽ ഇവിടെ ഉള്ള ഏത് സ്റ്റാൾ എടുത്ത് പരിശോധിച്ചാലും സഹകരണ സംഘങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സഹകരണ സംഘങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകതര എക്സിബിഷനാണ്. അത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ സഹകരണ മേഖലയിലുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഭക്ഷണം പാചകം ചെയ്യുന്നതും നമ്മുടെ ഒരു സംഘത്തെ ഏൽപ്പിച്ച് അത് ഏറ്റവും ഭംഗിയായിട്ട് നിത്യവും ഒരു നേരം 1500ഓളം പേർക്ക് കൃത്യമായി ഭക്ഷണം നൽകുന്നതിന് നമ്മുടെ സംഘത്തിന് കഴിഞ്ഞ 8 ദിവസമായി സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഏറ്റവും വൃത്തിയായി ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ഇവിടുത്തെ സഹകാരികൾക്ക് നൽകുന്നതിന് നമ്മുടെ സംഘത്തിന് കഴിയും. കേരളത്തിലെ ഏത് ഫംഗ്ഷനും എത്ര വിപുലമായിട്ടുള്ളതും എത്ര അംഗങ്ങൾ പങ്കെടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനെത്തിയാലും അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നതിനുള്ള ശേഷി നമ്മുടെ സഹകരണ സംഘത്തിനുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ 10 ദിവസത്തെ പദ്ധതി. ഒരു ദിവസമോ 2 ദിവസമോ അല്ല. നമ്മുടെ LIG ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരികയാണ്. സഹകരണ മേഖലയിൽ നൂതനമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ലൗഡ് കിച്ചൺ ഉണ്ട്, LIG ക്ലൗഡ് കിച്ചൺ, LIG ലോണ്ടറി, LIG ഇവൻറ്റ്സ്, LIG ഹൗസ് കീപ്പിംഗ് പ്രവൃത്തിയായിട്ടാണ് ആദ്യം നമ്മൾ ആരംഭിച്ചത്. ഇപ്പോൾ പുതിയ സംരംഭം കേരളത്തിലെ സഹകരണ മേഖലയെ ചൂഷണം ചെയ്യുന്ന വൻകിട കോർപ്പറേറ്റുകളെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ ആശുപത്രികൾക്ക്, ലാബുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ്, റീഏജൻസ്, എക്യുപ്മെൻറ്റ്സ് എന്നിവ വിതരണം ചെയ്യുന്നതിനുള്ള വില കുറച്ച് വിതരണം ചെയ്യുന്നതിനും ആ സ്വകാര്യ മേഖലയുടെ ചൂഷണം അവസാനിപ്പിക്കുന്നതിനുമുള്ള പദ്ധതി ഈ മാസം 15-ാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർ നിർവഹിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നടപ്പിലായി വരികയാണ്. ഈ 1500 പേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വലിയൊരു വെല്ലുവിളിയല്ലേ? 1500 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കണക്കൂട്ടിയാൽ 10,000 പേർക്കോളം നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. 4 നേരം. രാവിലെ പ്രഭാത ഭക്ഷണം, 11 മണിക്ക് ചായ സ്നാക്സും, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം, 4 മണി ചായ, പോയിട്ട് അത്താഴ വിരുന്നൊക്കെ നല്ല വിപുലമായിട്ടാണ് 3-4 തരം ഭക്ഷണ പദാർത്ഥങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിന്നർ നമ്മൾ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഏത് വെല്ലുവിളിയെയും ഭക്ഷണ കാര്യത്തിൽ കേരളത്തിൽ വെല്ലുവിളിയെ നേരിടുന്നതിന് പ്രാപ്തമായ ഒരു സഹകരണ സംഘമാണ് LIG ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള എല്ലാം. തിരുവനന്തപുരത്തിന് തനത് ഭക്ഷണം അതേസമയം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ള മുഴുവൻ സഹകാരികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ഇവിടെ നൽകി വരുന്നത്. കരിമീനുണ്ട്, ആവോലിയുണ്ട്, നെമ്മീനുണ്ട്. ഇങ്ങനെ ഏറ്റവും മികച്ച മീനുകൾ ഉൾപ്പെടെ ഇങ്ങേറ്റം മത്തി, നെത്തോലി ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ചിക്കനുണ്ട്, ചിക്കൻ തോരൻ, ചിക്കൻ പെരട്ട്, ഇങ്ങനെ എല്ലാം വിപുലമായിട്ടാണ് നമ്മൾ നടത്തി വരുന്നത്.
മനു, അത് തന്നെയാണ് ഈ ഊട്ടുപുരയുടെ വിശേഷം. ഈ തിരുവനന്തപുരം മുതൽ അതിനൊപ്പം തന്നെ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലുള്ളവരും ഇവിടെ നിന്നുള്ള ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇതുവരെയും ഒരു പരാതിയും കൂടാതെ അത് പൂർണ്ണമായും സംതൃപ്തിയോടെ എത്തുന്ന സഹകാരികൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സഹകരണ സംഘത്തിൻ്റെ ഭാഗമായുള്ള ഒരു ക്ലൗഡ് കിച്ചണാണ് ഇവിടുത്തെ ഈ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇഡലിയും ദോശയും ഒക്കെയുള്ള ആഹാരങ്ങളാണ് ഇന്ന് പ്രഭാത ഭക്ഷണമായി നൽകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഈ സഹകരണ എക്സ്പോ വിപുലമായി മാറുകയാണ്. എനിക്ക് ഇതിന് തൊട്ടപ്പുറത്ത് ഫുഡ് കോർട്ടുണ്ട്, സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഫുഡ് കോർട്ടുകളുണ്ട്. അവിടെ വിവിധ തരം ഭക്ഷണങ്ങളാണ്. ഓരോ ജില്ലയ്ക്കും പ്രത്യേകതരമായ ഫുഡ് കോർട്ടുകളുണ്ട്. കാസർഗോഡ് നിന്ന് നമ്മുടെ സ്വന്തം നീർദോശയും നെയ്പ്പത്തിലും അടക്കമുള്ള ഭക്ഷണങ്ങൾ, അപ്പം കാന്താരി ചിക്കൻ, വരസുന്ദരി ചിക്കൻ അടക്കമുള്ള പറയാം. അതായത് ഞങ്ങളിവിടെ രാവിലെ വെറും വയറ്റിൽ ഒരു കട്ടൻ ചായ മാത്രം കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ സുലേഖ രാവിലെ വന്നിട്ട് ഇതെല്ലാം കാണിച്ച് കൊതിപ്പിക്കുന്നത് ശരിയാണോ എന്ന് കൂടി ആലോചിക്കണ്ടേ? ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യന് നാവിൽ വെള്ളം വരികയാണുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളുകൂടി അങ്ങോട്ടേക്ക് വെറുതെ അങ്ങോട്ടേക്ക് വരുത്തരുത് ഞങ്ങളെ. നിങ്ങൾ വരണം, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. അത്രത്തോളം സ്വാദുള്ള ഭക്ഷണങ്ങളാണ്, വൃത്തിയോടെയും ശുദ്ധിയോടും കൂടി നടത്തുന്ന ഭക്ഷണമാണ് ഇവിടെ ഉള്ളത്, ഇവർക്ക് വിളമ്പുന്നത് എന്നത് തന്നെയാണ്. അതിനൊപ്പം തന്നെ സഹകരണ എക്സ്പോ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഈ സഹകരണ എക്സ്പോയെ 21-ാം തീയതി മുതൽ ആരംഭിച്ച സഹകരണ എക്സ്പോയാണ് 30-ാം തീയതി വരെ ഈ സഹകരണ എക്സ്പോ നടക്കുന്നുണ്ട്. വിവിധ കലാപരിപാടികളോട് കൂടിയിട്ടുള്ള സഹകരണ എക്സ്പോയാണ്. നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ വേടന്റെ പരിപാടിക്കൊക്കെ വലിയ ജനക്കൂട്ടം ഈ കനകക്കുന്നിൽ തടിച്ചുകൂടിയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സഹകരണ എക്സ്പോ വലിയ രീതിയിൽ തന്നെ മുന്നേറുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഈ വിവിധ സംരംഭങ്ങൾ, അതിന് ഒരു ഊർജ്ജം നൽകുന്ന ഒരു എക്സ്പോ കൂടിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. കാരണം വയനാട്ടിൽ നിന്നടക്കമുള്ള സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ അത് ഈ കേരളത്തിലെ ആളുകൾ മൊത്തം കാണുന്നു. അങ്ങനെ ഇവർക്ക് വലിയൊരു പ്രചാരണം ഈ എക്സ്പോയിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനു.